ഏവർക്കും തിങ്ക് ടോണിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് നമ്മൾ 7th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ ടുവേർഡ്സ് എ 100-fold ഓഫ് ഫീൽഡ് വീണ്ടെടുക്കാൻ വിളനിലങ്ങൾ എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പാർട്ട് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ആദ്യത്തെ 2 പാർട്ടിലായിട്ട് നമ്മൾ ലെയറിംഗ് എന്താണെന്നും ലെയറിംഗ് എഫക്റ്റീവ് പ്ലാന്റ്സ് എന്താണെന്നും സ്റ്റേജസ് ഓഫ് ലെയറിങ്ങും സർപ്പൻഡിങ് ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ്, സ്റ്റേജസ് ഓഫ് ഗ്രാഫ്റ്റിംഗ് ഇതൊക്കെ വിശദമായിട്ട് നമ്മൾ പഠിച്ചായിരുന്നു. പതിവയ്ക്കാനും കമ്പൊട്ടിക്കാനും നാഗപ്പതിവയ്ക്കൽ ഒക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചായിരുന്നു. നമുക്കിനി അടുത്ത് പഠിക്കാനുള്ളത് ബഡ്ഡിങ്. നോക്കാം. ബഡ്ഡിങ് എന്ന് പറഞ്ഞാൽ മുകുളം ഒട്ടിക്കൽ. കമ്പിന് പകരം മുകുളം എടുത്താണ് ബഡ് ചെയ്യുന്നത്. How about choosing a bud instead of the stem? Haven't you seen the rubber sapling for sale in nurseries? നഴ്സറികളിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന റബ്ബർ തൈകൾ കണ്ടിട്ടില്ലേ? അതെന്ത് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്? ബഡ് ചെയ്തിട്ടുള്ള തൈകളാണ്. അതിന്റെ പരസ്യം എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റി സാപ്ലിംഗ് അറ്റ് റീസണബിൾ പ്രൈസ്. മികച്ച തൈകൾ മിതമായ വിലയ്ക്ക്. പിന്നെ എന്തോന്ന് കൊടുത്തിട്ടുണ്ട്? ഹയർ പ്രൊഡക്ടിവിറ്റി, തിക്കർ ലാറ്റക്സ്. കൂടുതൽ ഉൽപാദനം, കട്ടിയുള്ള പാൽ. ഇതൊക്കെ അതിന്റെ ഒരു പരസ്യമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്തോന്നാണ് ചെയ്യുന്നത്? ഇവിടെ കമ്പിന് പകരം മികച്ച റബ്ബറിന്റെ മുകുളങ്ങളാണ് സയനായി തിരഞ്ഞെടുക്കുന്നത്. ഹിയർ ദ ബഡ് ഓഫ് എ സുപ്പീരിയർ ക്വാളിറ്റി റബ്ബർ പ്ലാന്റ് ഈസ് സെലക്ടഡ് ആസ് ദ സിയോൺ ഇൻസ്റ്റെഡ് ഓഫ് ദ സ്റ്റെം. സ്റ്റെം ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് എന്തോന്നാണ്? കമ്പിന് പകരം മികച്ച റബ്ബറിന്റെ മുകുളങ്ങളാണ് സയനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. മുകുളങ്ങളാണ് സയനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഇത് സ്റ്റോക്കിൽ ഒട്ടിക്കുന്നു. ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റെം, ദിസ് ഈസ് ജോയിൻഡ് വിത്ത് സ്റ്റോക്ക്. റബ്ബർ, ഹിയർ ദ ബഡ് ഓഫ് എ സുപ്പീരിയർ ക്വാളിറ്റി റബ്ബർ. സുപ്പീരിയർ ക്വാളിറ്റി റബ്ബർ പ്ലാന്റ് ഈസ് സെലക്ടഡ് ആസ് എ സിയോൺ. സുപ്പീരിയർ ക്വാളിറ്റി റബ്ബറിനെ സിയോണായിട്ട് സെലക്ട് ചെയ്യുകയോ അതിനെ സ്റ്റോക്കിൽ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ബഡ്ഡിങ് എന്ന് പറഞ്ഞാൽ? ബഡ്ഡിങ് എന്ന് പറഞ്ഞാൽ മുകുളം ഒട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ബഡ്ഡിങ് ഈസ് ദ മെത്തേഡ് ഓഫ് producing superior quality planting material by joining the bud of a superior quality plant with another plant that has roots and belongs to the same species. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ എന്ന് പറയുന്നത്. മനസ്സിലായ? ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിന്റെ ഒട്ടിച്ചു ചേർത്ത് ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ എന്ന് പറയുന്നത്, ബഡ്ഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത് നോക്കാം. ഡിഫറെന്റ് സ്റ്റെപ്സ് ബഡ്ഡിങ് ആർ ഗിവൺ ബിലോ. മുകുളം ഒട്ടിക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ പരിചയപ്പെടാം. നോക്കിക്കോ. Chisel of bud along with the bark from the branch of a superior quality jackfruit tree. This is the sire. നല്ലേനം പ്ലാവിന്റെ ശിഖരത്തിൽ നിന്നും മുകുളം തൊലിയോടുകൂടി ചെത്തിയെടുക്കുക. ഇതാണ് സയൺ എന്ന് പറയുന്നത്. ഒരു പ്ലാവിന്റെ ശിഖരത്തിൽ നിന്ന് മുകുളം തൊലിയോടുകൂടി ചെത്തിയെടുക്കുക. ഇത് ഫസ്റ്റ് സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജിൽ എന്തോന്നാണ്? Peel off bark from the area where the bud is to be inserted in the native jackfruit tree sapling, അതായത് root stock, which is grown in a pot or grow bag. അപ്പൊ ചട്ടിയിലോ ഗ്രോ ബാഗിലോ വളർത്തിയ നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈയിൽ നിന്ന് റൂട്ട് സ്റ്റോക്ക്, റൂട്ടോടുകൂടിയുള്ള മുകുളം ഒട്ടിക്കാനുള്ള സ്ഥലത്തെ പുറംതൊലി ചെത്തി മാറ്റുക. കണ്ട, ഫസ്റ്റിലത്തത് മുകുളം തൊലിയോടുകൂടി ചെത്തിയെടുക്കുന്നത്. അടുത്ത ഏതിലാണോ എടുക്കുന്നത് അതിന്റെ ഈ ഭാഗത്തെ തൊലി ചെത്തി മാറ്റുന്നത്. അടുത്ത മൂന്നാമത്തെ സ്റ്റേജ്, അറ്റാച്ച് ദ സിയോൺ വിത്ത് ദ പോളിത്തീൻ ടേപ്പ് ടു ദ ഏരിയ ഓഫ് ദ റൂട്ട് സ്റ്റോക്ക് ഫ്രം വെയർ ദ ബാർക്ക് വാസ് റിമൂവ്ഡ് കീപ്പിംഗ് ദ ബഡ് എക്സ്പോസ്ഡ്. മൂന്നാമത് എന്തോന്നാണ്? റൂട്ട് സ്റ്റോക്കിൽ തൊലി നീക്കിയ ഭാഗത്ത് സയൺ വെച്ച് മുകുളം
പുറത്തു കാണത്ത വിധം പോളിത്തീൻ ടാപ്പ് കൊണ്ട് പൊതിഞ്ഞു വയ്ക്കുക. ആദ്യം നല്ല ഇനം പ്ലാവിന്റെ മുകുളം എന്ന് പറഞ്ഞാൽ കിളിർപ്പ്, അത് വരുന്ന തൊലിയോടുകൂടി അത് ചെത്തിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് വേറെ ഏത് പ്ലാവിലാണോ നമ്മൾ അത് വയ്ക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്ത് അതേ കണക്ക് തൊലി ചെത്തി മാറ്റുക. ഇവിടെ തന്നിരിക്കുന്നത് പോലെ. അത് രണ്ടാമത്തത്. അത് കഴിഞ്ഞിട്ട് ഈ ആദ്യം നമ്മൾ എടുത്തില്ലേ, അത് കൊണ്ടുവന്ന് ഈ രണ്ടാമത് ചെത്തി മാറ്റിയതിലോട്ട് വച്ച് പോളിത്തീൻ കവർ കൊണ്ട് ടേപ്പ് ചെയ്യാനാണ്, മൊത്തത്തില് പൊതിഞ്ഞു കെട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നാലാമത്തെ സ്റ്റേജിൽ എന്തായിരിക്കും? When bud starts to grow well, remove the upper portion of the stalk. The sapling can be replanted in the soil when the bud is grow. എന്നിട്ട് എന്തോ ചെയ്യണം? മുകുളം നന്നായി വളരാൻ തുടങ്ങിയാൽ സ്റ്റോക്കിന്റെ മുകൾ ഭാഗം അങ്ങ് മുറിച്ചു മാറ്റുക. വേറൊരു നല്ലൊരു ചെടിയായിരിക്കുമല്ലോ എടുക്കുന്നത്, അതിന്റെ മുകൾ ഭാഗം ഇവിടെ ഈ മുകുളം ഇതുമായിട്ട് പൊടിച്ച് വരുമ്പോഴത്തേക്ക് ഇതിന്റെ മുകൾ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം മുകുളം വളർന്നതിന് ശേഷം ഈ തൈ പറമ്പിലേക്ക് മാറ്റുന്നതാണ്. ഇത് വളർന്ന് കുറച്ചുകൂടെ വലുതായതിനു ശേഷം ഇതിനെ നമുക്ക് മാറ്റി നടാം. ഓക്കെ, മനസ്സിലായോ? സ്റ്റേജസ് ഏതൊക്കെയാണെന്ന്? ബഡിങ്ങിന്റെ സ്റ്റേജസ്: ആദ്യം നല്ല ഇനം പ്ലാവിന്റെ ഒരു ശിഖരത്തിൽ മുകുളം വന്ന ഒരു പോർഷൻ തൊലിയോടുകൂടി കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് വേറെ ഏത് ചെടിയിലാണോ വച്ച് പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വേരോടുകൂടി ആ ചെടിയിൽ അതിലും അത്രയും ഭാഗം തോല് മാറ്റുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ചത് ഇതിനകത്തോട്ട് കൊണ്ടുവന്ന് വച്ചിട്ട് പോളിത്തീൻ കവർ കൊണ്ട് സെലോ ടാപ്പൊക്കെ കൊണ്ട് മൊത്തത്തിൽ കവർ ചെയ്ത് വെക്കുക. അതിൽ മുകുളം പൊടിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് പൊടിച്ചു വരുമ്പോഴത്തേക്ക് അതിന്റെ മുകൾ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ആ പൊടിച്ചു വന്ന ഭാഗം വച്ച് മൊത്തമായിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും നടാം. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത് നോക്ക്, വർഗസങ്കരണം, ഹൈബ്രിഡൈസേഷൻ. നോക്കൂ, ഒബ്സർവ് ദ പിക്ചേഴ്സ് ഓഫ് ചില്ലി പ്ലാന്റ്സ് ഈസ് ഗിവൺ ബിലോ. കണ്ട, 2 ചില്ലി പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. വെറൈറ്റി 1, വെറൈറ്റി 2 കൊടുത്തിരിക്കുന്നുണ്ട്. ഇതില് ആദ്യത്തെ ഒന്നിലധികം മുളകില്ല, രണ്ടാമത്തേല് നല്ല നിറയെ തിങ്ങി നിരങ്ങി നിൽക്കുന്നുണ്ട്. നോക്ക്, ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ, വർഗസങ്കരണം എന്ന് പറഞ്ഞാൽ, hybridization is the method of production of seeds by artificially pollinating 2 plants which have different qualities and belongs to the same species. From the seeds thus produced, the superior quality are collected. These are hybrid seeds. അതായത് ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങൾ ഉള്ളതുമായ 2 ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിക്കുന്ന രീതിയാണ് വർഗസങ്കരണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന വിത്തിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇവയാണ് സങ്കരയിനം വിത്തുകൾ എന്ന് പറയുന്നത്, ഹൈബ്രിഡ് സീഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായ? ഒരേ വർഗത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള 2 ചെടികൾ തമ്മിൽ കൃത്രിമമായിട്ട് പരാഗണം നടത്തി രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം എന്ന് പറയുന്നത്. ഈ വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തിനെ എന്തോന്നാണ് തിരഞ്ഞെടുക്കുന്നത്. ഇവയാണ് സങ്കരയിനം വിത്തുകൾ എന്ന് പറയുന്നത്, ഹൈബ്രിഡ് സീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സുപ്പീരിയർ quality seeds are collected. These are called hybrid seeds. Okay, hybridization is the method of production of seeds by artificially pollinating 2 plants which have different qualities and belong to the same species. From the seeds thus produced, those with superior quality are collected. These are the hybrid seeds. Okay, seeds are formed through pollination. പോളിനേഷൻ വഴിയാണ് സീഡ്സ് ഫോം ചെയ്യുന്നത്. യു ആർ ഫാമിലിയർ വിത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിനേഷൻ. ഒബ്സർവ് ദ ഇലസ്ട്രേഷൻ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിനേഷൻ ഉണ്ട്. അപ്പോൾ പോളിനേഷൻ വഴിയാണ് സീഡ്സ് രൂപപ്പെടുന്നത്. അത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിനേഷൻ ഉണ്ട്. പോളിനേഷൻ ഇൻ എ പംകിൻ പ്ലാന്റിന്റെയാണ് കാണിക്കുന്നത്. സെൽഫ് പോളിനേഷൻ, ഇത് പോളൻ ഗ്രെയിൻസ്. ക്രോസ് പോളിനേഷൻ, സ്വപരാഗണവും പരപരാഗണവും. സ്വപരാഗണം എന്ന് പറയുമ്പോഴത്തേക്ക് 2 പൂക്കൾ തമ്മിൽ തട്ടി ഉണ്ടാകുന്ന പരാഗണം. മറ്റേ പരാഗണം എന്ന് പറയുന്നത് പൂമ്പൊടി, ബട്ടർഫ്ലൈ അങ്ങനെയൊക്കെ ഉള്ളത് വഴി പരാഗണം നടത്തുന്നത്.
ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാമിൻ ദ സ്റ്റേജസ് ഓഫ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. കൃത്രിമ പരാഗണം ഏതൊക്കെയാണെന്ന് നോക്കാം, ഓരോ ഘട്ടങ്ങൾ നോക്ക്. ടു പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ, റിമൂവ് statements from the flowers in which artificial pollination is to be done. സ്വപരാഗണം തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നു. ഫസ്റ്റിലത്തെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നത് എന്താ? സ്വപരാഗണം തടയുന്നതിന് വേണ്ടിയിട്ടാണ്. The flower is wrapped well to prevent the pollen grains from the other flowers falling on it. ഈ പൂവിൽ നിന്ന് മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കൾ എത്താതിരിക്കാൻ പൂവ് പൊതിഞ്ഞു കെട്ടുന്നു. കണ്ട? Pollen grains from flowers of a plant belongs to the same species but having different qualities are collected using a brush. ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ ബ്രഷിൽ ശേഖരിക്കുന്നു. അതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ ബ്രഷിൽ ശേഖരിക്കുന്നു. Pollen grains thus collected and deposited on the stigma of the flower which is pollinated artificially. ശേഖരിച്ച പരാഗരേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുന്നു. The flower is wrapped again the prevented pollination from other flowers. മറ്റു പൂക്കളിൽ നിന്ന് പരാഗണം തടയുന്നതിനായി ഈ പൂവ് വീണ്ടും പൊതിഞ്ഞു കെട്ടുന്നു. ഓക്കെ, അപ്പൊ 5 സ്റ്റേജസ് ആണുള്ളത്. സ്വപരാഗണം തടയാനായിട്ട് ആദ്യം കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നു. അത് കഴിഞ്ഞിട്ട് എന്തോന്ന് ചെയ്യുന്നു? ഈ പൂവിൽ നിന്ന് മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കൾ എത്താതിരിക്കാൻ ആദ്യം കേസരം മുറിച്ചു മാറ്റുന്നു, എന്നിട്ട് അവയെ പൊതിഞ്ഞു വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്തോന്ന്? ഇതേ ഗുണങ്ങളുള്ള ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണമുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ ബ്രഷ് ഉപയോഗിച്ച് ശേഖരിക്കുന്നു. എന്നിട്ട് ഇതെന്തോന്ന് ചെയ്യും? ആ പൊതിഞ്ഞു കെട്ടി ആദ്യം വെച്ചിരുന്ന അതിനകത്തോട്ട് ശേഖരിച്ച പരാഗരേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിന്റെ പരാഗണ സ്ഥലത്തേക്ക് പതിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് വീണ്ടും പിന്നെ പരാഗണം തടയുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും പൊതിഞ്ഞു കെട്ടുന്നു. ഓക്കെ, ഇതാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ആ രീതി, അതിന്റെ സ്റ്റെപ്പുകളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. നമ്മൾ നേരത്തെ ഹൈബ്രിഡൈസേഷൻ പറഞ്ഞായിരുന്നു. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വർഗസങ്കരണം എന്ന് പറഞ്ഞാൽ ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതല്ലായിരുന്നു ഇവിടെ നമ്മൾ കണ്ടത് ഹൈബ്രിഡൈസേഷൻ, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ, കൃത്രിമ പരാഗണം നടത്തുന്നത്. അതെനിക്ക് ഈ ഹൈബ്രിഡൈസേഷൻ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നോ അതിന്റെ സീഡുകൾ ഏതൊക്കെയാണെന്നാണ്. ചില്ലി പ്ലാന്റിൽ ഇത് കണക്ക് ഹൈബ്രിഡൈസേഷൻ നടത്തുമ്പോഴത്തേക്ക് അതിൽ കിട്ടുന്ന സീഡിന്റെ ഹൈബ്രിഡ് സീഡുകളുടെ പേരാണ് ഉജ്ജ്വല, ജ്വാലാമുഖി, ചില്ലിയുടേത്. അടുത്ത് പീയുടേതിൽ വരുമ്പോഴത്തേക്ക് ജ്യോതിക, ഭാഗ്യലക്ഷ്മി. പാഡിയുടെ വരുമ്പോഴത്തേക്ക് പവിത്ര, അന്നപൂർണ. കോക്കനട്ട് വരുമ്പോഴത്തേക്ക് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. ലേഡീസ് ഫിംഗറിൽ വരുമ്പോഴത്തേക്ക് സൽകീർത്തി, കിരൺ. അപ്പൊ ഇത്രയാണ് ഹൈബ്രിഡ് സീഡ്സ്. ഇനിയുണ്ട് കുറച്ച് കൊടുത്തിരിക്കുന്നത് ഇത്രയൊക്കെയാണ്. ഏതൊക്കെ? മുളകിൽ ഉജ്ജ്വല, ജ്വാലാമുഖി, പയർ ജ്യോതിക, ഭാഗ്യലക്ഷ്മി, നെല്ല് പവിത്ര, അന്നപൂർണ, തെങ്ങ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, വെണ്ട സൽകീർത്തി, കിരൺ. ഇതൊക്കെ പഠിക്കണേ. ചില സങ്കരയിനം വിത്തുകളാണ്. അടുത്ത് നോക്കൂ, അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റേഴ്സ്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി KAU എവിടെയാണ്? മണ്ണുത്തി, തൃശ്ശൂർ. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഈസ് ആൻ ഇമ്പോർട്ടന്റ് അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റർ ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാല എന്ന് പറയുന്നത്. ഇവിടെ എന്തോന്നാണ്? ദ മെയിൻ ആക്ടിവിറ്റീസ് ആർ കണ്ടക്ടിങ് researches on varieties of crops, animals, birds, etc. and knowledge dissemination programs. അതായത്
വിവിധ ഇനം വിളകൾ, മൃഗങ്ങൾ, പക്ഷികൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും വിജ്ഞാന വ്യാപന പരിപാടികളുമാണ് മുഖ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് KAU മണ്ണുത്തി തൃശ്ശൂർ. KAU എവിടെയാണ്? മണ്ണുത്തി തൃശ്ശൂർ എന്ന്. ഓക്കെ, ഇവിടെ എന്തോ ക്രോപ്സും അനിമൽസും ബേർഡ്സും ഒക്കെ, വെറൈറ്റി ക്രോപ്സും അനിമൽസും ബേർഡ്സും ഒക്കെ റിസർച്ച് ചെയ്ത് എത്തുന്നത് ഇവിടെയാണ്. ഗവേഷണങ്ങൾ വിജ്ഞാന വ്യാപന പരിപാടികളുമാണ് മുഖ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റേഴ്സ് ആണ് അടുത്തത്. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CTCRI, ശ്രീകാര്യം, തിരുവനന്തപുരം. കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം, കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം CTCRI, ശ്രീകാര്യം, തിരുവനന്തപുരം. ആദ്യത്തത് ഇവിടെ എന്താണ്? കൾട്ടിവേഷൻ ആൻഡ് റിസർച്ച് ഓൺ ട്യൂബർ ക്രോപ്സ് ആർ കണ്ടക്ടഡ് ഹിയർ. കിഴങ്ങു വർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനവും അവയുടെ ഉൽപാദനവുമാണ് ഇവിടെ നടക്കുന്നത്. അടുത്ത റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ RRII, കോട്ടയം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, കോട്ടയം. ഇവിടെ എന്തോന്നാണ്? ഡെവലപ്സ് ഹൈ ഈൽഡ് വെറൈറ്റീസ് ഓഫ് റബ്ബർ പ്ലാന്റ്സ് ഫോർ ഡിഫറെന്റ് ജോഗ്രഫിക്കൽ ഏരിയാസ്. അത്യുൽപാദന ശേഷിയുള്ള വിവിധ ഭൂഭാഗങ്ങൾക്ക് അനുയോജ്യമായ റബ്ബർ ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കുകയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അടുത്തേതാണ്? സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CPCRI, കാസർഗോഡുള്ള കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്ര CPCRI, കാസർഗോഡ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? കണ്ടക്ട്സ് റിസർച്ച് ഓൺ കോക്കനട്ട്, അരക്കനട്ട് ആൻഡ് കൊക്കോ. ഏതൊക്കെ? തെങ്ങ്, കമുക്, കൊക്കോ തുടങ്ങിയവയെ കുറിച്ചുള്ള ഗവേഷണമാണ് ഇവിടെ നടത്തുന്നത്. ഇവിടെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. എവിടെയാണത്? കാസർഗോഡ്. ഈ റിസർച്ച് സെന്റേഴ്സും അവയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനവും എന്താണെന്നുള്ളത് പഠിക്കണം. ഓക്കെ, മനസ്സിലായ? ഏതൊക്കെ റിസർച്ച് സെന്റേഴ്സ് ആണുള്ളത്? സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? തിരുവനന്തപുരത്താണ്, ശ്രീകാര്യത്താണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്ത്. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കാസർഗോഡാണ്. ഓക്കെ, ക്ലിയർ ആയ? അത്രയും കാസർഗോഡുള്ള CPCRIയുടെ ഒരു പടവും ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നോക്കാം എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ആദ്യം എന്തായിരുന്നു പഠിച്ച? ബഡിങ് ആയിരുന്നു പഠിച്ചത് അല്ലെ? മുകുളം ഒട്ടിക്കൽ. എന്താണെന്ന് മനസ്സിലായ? മുകുളം ഒട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ബഡിങ് ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് superior quality planting materials by joining the bud of a superior quality plant with another plant that has roots and belongs to the same species. പഠിക്കണമേ ഇത്. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഓരോ സ്റ്റേജസ്. ഓക്കെ, അത് ക്ലിയർ ആയ? ആദ്യം നല്ല ഇനം ഏതാണോ എടുക്കുന്നത്, പ്ലാവിന്റെ ശിഖരത്തിൽ നിന്ന് ഒരു മുകുളം തൊലിയോടുകൂടി ചെത്തിയെടുക്കുക. രണ്ടാമത്തതിൽ എന്തോന്നാണ്? അത് ഏതെങ്കിലും ഒരു ചട്ടിയിലോ ഗ്രോ ബാഗിലോ വളർത്തിയ നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാവിന്റെ തൈയിൽ നിന്ന് അതേ കണക്ക് ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ആദ്യം കട്ട് ചെയ്തത് ഈ പോർഷനിലോട്ട് വച്ച് ചേർത്ത് ഒട്ടിച്ച് സെലോ ടാപ്പ് വെച്ച് പൊതിഞ്ഞ് കെട്ടുക. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് മുകുളം വരുമ്പോഴത്തേക്ക് ആ ചെടിയുടെ മുകൾ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ആ പൊടിച്ചു വന്ന മുകുളത്തിനോടുകൂടിയുള്ള ഭാഗം നടുക. ഓക്കെ, അതാണ് ബഡിങ് സ്റ്റേജസ് എന്ന് പറയുന്നത്. പിന്നെന്താണ്? ഹൈബ്രിഡൈസേഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ് ബൈ ആർട്ടിഫിഷ്യലി പോളിനേറ്റിംഗ് ടു പ്ലാന്റ്സ് വിച്ച് ഹാവ് ഡിഫറെന്റ് ക്വാളിറ്റീസ് and belong to the same species. From the seeds thus produced, those with superior quality are collected. These are hybrid seeds. എന്താണ്? ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ എടുക്കുന്നതിന് എന്തോന്ന് പറയും? സങ്കരന വിത്തുകളെന്ന് പറയുന്നു. ഓക്കെ, പോളിനേഷൻ പലതരത്തിലുണ്ട്. സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും.
അത് കഴിഞ്ഞിട്ട് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ്റെ കൃത്രിമ പരാഗണം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് അതിൻ്റെ ഒരു സ്റ്റേജസ് കൊടുത്തിട്ടുണ്ട്, അതും പഠിക്കണേ. ആ സ്റ്റേജസ് എന്താണെന്നുള്ളത് പഠിക്കണം. പിന്നെന്തോന്നാണ്, ഹൈബ്രിഡ് സീഡ്സ്, കുറച്ച് ഹൈബ്രിഡ് പ്ലാന്റ്സും അതിൻ്റെ ഹൈബ്രിഡ് സീഡ്സും തന്നിട്ടുണ്ട്, അതിൻ്റെ പേരൊക്കെ പഠിക്കണം. പീ, പാഡി, കോക്കനട്ട്, ലേഡീസ് ഫിംഗർ, മുളക്, പയർ, നെല്ല്, തെങ്ങ്, വെണ്ട, അവയുടെ സങ്കര ഇനം ഏതൊക്കെയാണെന്ന്, ഹൈബ്രിഡ് സീഡ്സ് ഏതൊക്കെയാണെന്നും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ പേരുകൾ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ട അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റേഴ്സ്, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റർ ഇൻ കേരള. അത് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കണം. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീകാര്യ, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയം, സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാസർഗോഡ്. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം പഠിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.